ഹലോ. അപ്പോൾ ഇത് രാവിലത്തെ കലാപരിപാടികളാണ് കേട്ടോ. ഇന്നലെ കുറച്ച് ചോറ് മിച്ചമുണ്ടായിരുന്നു. അതിന് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇത്രയും ചോറ് മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വടിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും കുക്കറിൽ ഞാൻ കുറച്ച് ചോറ് ഇടുന്നുണ്ട് കേട്ടോ. പൊന്നിന് സ്കൂളിലൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ കുറച്ച് ചോറ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അവിയലിന് വേണ്ടിയിട്ട് ഇന്ന് മലക്കറുത അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനെയും എൻ്റെ ചോറിനുള്ള വെള്ളം തിളച്ചു. അതിനെ ഞാനിത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത് അവിയലിനുള്ള എന്താണ് കൂട്ടൊക്കെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതാ പൊന്നൂസ് വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ കൂട്ട് അരച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്തതിന് ശേഷം ഇതിടും കേട്ടോ. അപ്പോൾ എൻ്റെ സൗകര്യം പോലെ അതെങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ. എന്നാലും ചെയ്തു വരുമ്പോൾ ഒന്ന് സെറ്റ് ആവുകയാണേ. എൻ്റെ അമ്മയാണ് ഈ ഒരു രീതിയിൽ വെക്കുന്നത് കേട്ടോ. അവിയലും വെജിറ്റബിൾസും കൂട്ടും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ അവിയലിൻ്റെ ഇതെല്ലാം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് കൂട്ടിടുന്നത് കേട്ടോ. പിന്നെ ഇതാ നെത്തോലി മീനിനെ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് ഫ്രഷ് ആക്കിയിട്ട് ഇതാ കറി വെക്കാനായിട്ടുള്ള കൂട്ടൊക്കെ അരച്ച് കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പുളിഞ്ചിക്ക ഉണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് രാഗി എനിക്ക് തന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് പോയിട്ട് ഒരു കവർ നിറയെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് മീനിലൊക്കെ പുളിഞ്ചിക്കൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നെത്തോലി മീനിലേക്ക് വേറെ പുളിയൊന്നും ചേർത്തില്ല, കുറേ പുളിഞ്ചിക്ക ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വെക്കുന്നത് ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ പുളിഞ്ചിക്കേണ്ട, നീ വന്നാൽ ഇതെല്ലാം അടത്തോണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് അവൾ എല്ലാം അടത്ത് എനിക്ക് തന്നു കേട്ടോ കഴിഞ്ഞ ദിവസം രാത്രി പോയപ്പോൾ. പിന്നെ അത് അവിയലെല്ലാം എന്താ സെറ്റായിട്ടുണ്ട്. മീനിത ഒരു സൈഡിൽ കൂടെ ആവുന്നുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് എനിക്ക് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് ഇന്ന് കടയിൽ നിന്ന് കാപ്പി മേടിക്കാൻ എൻ്റെ സ്നേഹനിധിയെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ന് കാപ്പി ഉണ്ടാക്കിയില്ല, കടയിൽ നിന്ന് മേടിച്ചു കേട്ടോ. ദോശയും ചമ്മന്തിയും കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.